Hello dear students, welcome back to class room. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ശാസ്ത്രോത്സവത്തിന് ക്ലേ മോഡലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. 4-5 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാരണം നല്ല പനിയായിരുന്നു, വോയിസ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ പാറപ്പുറത്ത് ചിരട്ടോ എഴുതുന്ന മാതിരിയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുക. അപ്പോൾ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴാണോ ഫ്രീ അപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഓൾ എന്ന ബെല്ല് ഇനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് UP LP വിഭാഗക്കാരാണ് കേട്ടോ. അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 50 സെൻറ്റിമീറ്ററിൻ്റെ 50 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പലകയോ പ്ലൈവുഡോ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരിക കേട്ടോ. പിന്നെ കളിമണ്ണ് നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിന് പാകപ്പെടുത്തിയിട്ട് കൊണ്ടുവരിക. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റ് തരികയായിരിക്കും, ചിലപ്പോൾ അനിമൽസ്, ബേഡ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം LPക്ക് ഉണ്ടായിരുന്നത് ആമയെ ചെയ്യാനാണ് കേട്ടോ. പിന്നെ UPക്ക് ഉണ്ടായിരുന്നത് മുതലയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരും 50 സെൻറ്റിമീറ്ററിൻ്റെ 50 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പലകയോ അല്ലെങ്കിൽ പ്ലൈവുഡോ കൊണ്ടുവരണേ. പിന്നെ നിങ്ങൾക്ക് രൂപം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തിയിട്ടുള്ള കളിമണ്ണ് കൊണ്ടുപോവുക. അവിടെയും തന്നെ നിങ്ങൾക്ക് ജഡ്ജസ് ഒരു സബ്ജക്റ്റ് തരും. കഴിഞ്ഞ പ്രാവശ്യം ഹൈസ്കൂളിന് ഉണ്ടായിരുന്നത് മരത്തിന്മേലിരിക്കുന്ന ബേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഏതാ സബ്ജക്റ്റ് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ LPയിൽ സാധാരണ വരുന്നതെന്ന് വെച്ചാൽ ആമയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ മുമ്പ് ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫ്രീ ക്ലാസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ക്ലാസ് കൊടുത്തിട്ട് കുട്ടികൾ കറക്റ്റായിട്ട് ഹോംവർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ചെറിയൊരു എമൗണ്ട് തന്നിട്ട്, അതായത് ഫീ തന്നിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു ഫീ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ വർക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ.